നമസ്കാരം. അന്നേ പറഞ്ഞില്ലായിരുന്നു, ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആ സ്വർണം കട്ടത് പൂണൂലിട്ട കള്ളന്മാരാണെന്ന്. എത്ര പേർ അത് ശ്രദ്ധിച്ചു? എത്ര പേർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല? ഇപ്പോൾ എന്തായി? അന്ന് അവിശ്വസിച്ച ആ ദിനങ്ങളിൽ നിന്ന് ഇന്നിപ്പോൾ ഒരു പുലരി ഉദിച്ചു വരുമ്പോൾ ആ പുലരിയിൽ തെളിയുകയാണ്, ഈ നാട്ടിൽ ചില വിശ്വസനീയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ചില മനുഷ്യരുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവസ്ഥാനത്താണ്. ആ ദൈവസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രാഹ്മണനാണെങ്കിൽ അവരെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് ശബരിമല എന്നൊരു സ്ഥലത്ത് കോടിക്കണക്കിന് സ്വത്ത് ഈ വേലി തന്നെ വിളവ് തിന്നുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത്രയും കാലം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും ധൈര്യപ്പെടാത്തൊരു സാഹചര്യമുണ്ടായി. അതിനെക്കുറിച്ച് പറയുമ്പോൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ദേവസ്വം ബോർഡ് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം കട്ടെടുത്തതെന്ന് പറഞ്ഞ് ആ യഥാർത്ഥ തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടുത്താനായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചത്. ഒരു സാമാന്യ ലോജിക്കിൽ ചിന്തിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ശബരിമല അല്ലെങ്കിൽ ലോകത്തെ ഏത് ആരാധനാ കേന്ദ്രം എടുത്താലും അവിടെ എന്ത് കാര്യത്തിലും ആദ്യത്തെ അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് തന്ത്രിമാർക്കാണ്. ആ തന്ത്രിമാർ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഏത് ആരാധനാലയത്തിലായിക്കോട്ടെ അവിടുത്തെ ബോർഡ് അംഗങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോ ആരും ആയിക്കോട്ടെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് അത് പുറത്തേക്ക് പോകണം, അതിൻ്റെ ദൈവഹിതം നോക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് തന്ത്രിയാണ് ചെയ്തത്. ഈ ബ്രാഹ്മണന് മാത്രമേ ദൈവത്തിൻ്റെ എന്ത് കാര്യത്തിലും തൊടാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ തൊട്ടാൽ അത് അശുദ്ധിയാണെന്നുള്ള സാമാന്യ ലോജിക്ക് പോലും മറന്നുകൊണ്ട് ഇവരെല്ലാവരും ഒരിടത്ത് ഒരേ കേന്ദ്രത്തിൽ പലകുറി കണ്ടിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നു. അതായത് സ്വർണം കട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം കക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാൻ അനുമതി കൊടുക്കേണ്ടത് ദേവഹിതം നോക്കിയിട്ട് തന്ത്രിയാണ്. അങ്ങനെ തന്ത്രി കൊടുത്ത അനുമതിയിൽ ദേവസ്വം പ്രസിഡന്റ് ഒപ്പിട്ടപ്പോൾ അയാൾ മാത്രം കുറ്റക്കാരനായി. പക്ഷേ ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്ഥാനത്തിൻ്റെ പൂർണ്ണ അധിപനായിട്ടുള്ള വ്യക്തിയെ ഇത്രയും കാലം അറസ്റ്റ് ചെയ്യാതിരുന്നതിന് പിന്നിലുള്ള ദുരൂഹതകളാണ് ആദ്യം സംശയിക്കേണ്ടത്. എത്ര ഉദാഹരണങ്ങൾ അതിൽ നോക്കാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അത് തന്ത്രിയാണ്. അതിനുശേഷം ഈ സ്വർണം കൊണ്ടുപോയി വിറ്റ ഗോവർദ്ധൻ, അദ്ദേഹം ആരുടെ കൂട്ടുകാരനാണ്? അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുകാരനാണ്. അയാളുടെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത ആരാണ്? അത് തന്ത്രിയാണ്. ഇതേ ഗോവർദ്ധന്റെ വീട് പാലുകാച്ച സമയത്ത് ആരാണ് പൂജ നടത്തിയത്? അത് തന്ത്രിയാണ്. ഈ നെറ്റ്വർക്ക് എല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ആരാണ്, എങ്ങനെയാണ് ഈ സ്വർണം പോയത് എന്നുള്ളത് സാമാന്യ ലോജിക്കായിരുന്നു. പക്ഷേ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥ കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ആലോചിക്കുക, ഈ വ്യക്തിയെയാണല്ലോ ഇത്രയും കാലം നിങ്ങൾ ആരാധിച്ചിരുന്നത്. നിങ്ങൾ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലിൽ തൊട്ട് തൊഴുത വ്യക്തിയാണ്. ഈ തന്ത്രി എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആരുടെ അനുഗ്രഹമാണ് വാങ്ങിച്ചത്? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വർണം കട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അനുഗ്രഹം നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ഇന്ന് നിങ്ങളുടെ മനോസ്ഥിതി എന്തായിരിക്കും? ഇതാണ് പറയുന്നത്, എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും കള്ളങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കള്ളങ്ങളെ പലതരത്തിലുള്ള മറകൾ. കാര്യം ഇവർക്കൊക്കെ സമൂഹത്തിൽ വലിയ ഉന്നത ബന്ധമാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ ശബരിമല തന്ത്രി പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ ബാക്കി ഇപ്പോൾ രാഷ്ട്രീയക്കാരെക്കാളും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കാളും വലിയ പരിഗണന കൊടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസികൾ. അവരാണ് എന്തിനും അപ്പോസ്തലരെന്ന് വിശ്വസിക്കുകയും അവർക്കെന്തോ പ്രത്യേക ശക്തിദുർഗങ്ങൾ ഉണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ആ മനുഷ്യർ ഇത്രയും കാലം കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരിലേക്ക് എത്താതിരിക്കാൻ, കാര്യം ഒരു തന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളമുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹം ഈ നാട്ടിൽ ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ അതിൽ എല്ലാ വിഭാഗക്കാരും പെടും. അതിൽ ജഡ്ജി പെടും, അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പെടും, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ പെടും, ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലെ ഉന്നതരും ഇവരുടെ ഭക്തരായി മാറും. സ്വാഭാവികമായിട്ടും ഏത് മേഖലയിൽ വേണമോ ഇവർക്ക് വലിയ കണക്ഷൻ ഉണ്ടാകും, വലിയ സ്വാധീനമുണ്ടാകും. അതുകൊണ്ടാണ് SIT ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇവർക്ക് ചുറ്റാകെ, അവർക്ക് തന്ത്രിക്ക് ചുറ്റാകെ നിൽക്കുന്ന ബാക്കിയുള്ള പരിവാരങ്ങളെ എല്ലാം അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേന്ദ്ര ബിന്ദുവിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി പഴുതടച്ചുള്ള അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. ഈ അന്വേഷണത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട്
ഒരു ചർച്ച നടത്താൻ പോലും തയ്യാറായിട്ടില്ല. കോടതിയുടെ പരാമർശങ്ങൾ വരുമ്പോൾ മുഴുവൻ രാഷ്ട്രീയക്കാരുടെ തോളിലേക്ക് അത് വഴിതിരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടാൻ എന്തോരം സഹായങ്ങളാണ് ചെയ്തത്. അവിടെയാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉണ്ടായിപ്പോയാൽ ഉണ്ടാകാവുന്ന അവസ്ഥയും അവിടെയാണ് നാട് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു കാര്യമുണ്ട്, അയ്യപ്പന് സ്വർണം കട്ടവരെ ഒടുവിൽ അയ്യപ്പൻ തന്നെ ചതിക്കുന്ന രീതിയിലേക്ക് എത്തി. ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രി കുടുംബത്തിൽ ഒരു പരിശോധന വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലമായി ശബരിമലയിലേക്ക് വരുന്ന പല കാണിക്കകളും വഴിവിട്ട് എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് അന്വേഷണത്തിൽ ചിലപ്പോൾ കണ്ടെത്തുമ്പോൾ ഞെട്ടിപ്പോകും. അത്രമാത്രം കോടാനുകോടി മൂല്യങ്ങളുള്ള വസ്തുക്കൾ അവിടെ ആരോടും ചോദിക്കാനും പറയാനും ഇല്ലാതെ വളരെ സിമ്പിളായി തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന് ഇത്രയും അനാപത്ത് സ്വത്തുക്കൾ വന്നു ചേർന്നു എന്നുള്ള അന്വേഷണങ്ങളിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ വഴിവിട്ട സ്വത്ത് സമ്പാദനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്ത്രി മാറുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ പൂണൂലിട്ട് കഴിഞ്ഞാൽ പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ബ്രാഹ്മണനായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിശുദ്ധനാണെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഒരു പൊതുവയ്പ്. ആ വയ്പിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്നതെന്ന് വളരെ നിസ്സംശയം പറയാൻ കഴിയും.